ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ ഇന്നൊരു വാൾ ഹാങ്ങിങ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ ആദ്യം ഇവിടെ ഒരു എംബ്രോയ്ഡറി റിങ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇന്നർ റിങ് ആണിത്. എന്നിട്ട് റെഡും വൈറ്റും ബോൾ എടുത്തിട്ട് രണ്ടും കൂടെ ഒരുമിച്ച് കെട്ടിയിട്ടുണ്ട്. അതിന് ഈ റിങ്ങിൽ ഫുള്ളായിട്ട് ചുറ്റി കൊടുക്കാം. രണ്ട് ബോളും കൂടെ ഒരുമിച്ച് വെച്ച് ട്വിസ്റ്റ് ചെയ്താണ് ഞാൻ ഇപ്പോൾ ചുറ്റി കൊടുക്കാൻ പോകുന്നത്. ഇതുപോലെ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ട് ഈ റിങ്ങിൽ ഫുള്ളായിട്ട് നമുക്ക് ചുറ്റി കൊടുക്കാം. ഇതുപോലെ നമ്മൾ റിങ് ഫുള്ളും ചെയ്യണം. അപ്പം ഞാൻ ഫുള്ളായിട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇതാ അവിടെ ഫുള്ളായിട്ട് റിങ് ഫുൾ ബോളും കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ബോൾ വെച്ച് തന്നെ കുറേ പീസസ് റെഡിയാക്കിയിട്ടുണ്ട്. ഇതും ബോൾ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. അറ്റത്തൊരു ബീഡും വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ബോൾ എടുത്തിട്ട് രണ്ടും ട്വിസ്റ്റ് ചെയ്തിട്ട് നടുക്കൊരു ബീഡ് വെച്ചിരിക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ വൈറ്റിലും ബോളിലും കൂടെ മാത്രമേ ബീഡ് കയറ്റിയിട്ടുള്ളൂ. ബീഡിൻ്റെ ഹോൾ തീരെ ചെറുതായിട്ടാണ് ഒന്നിലും കൂടെ മാത്രം കയറ്റിയിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഞാനൊരു 11 പീസസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഓരോ ബോൾ പീസസും ഈ റിങ്ങിലേക്ക് അറ്റാച്ച് ചെയ്ത് വെക്കാം. ഇതുപോലെ നമുക്ക് എല്ലാ പീസസും റിങ്ങിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഞാൻ എല്ലാ പീസസും അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഹാങ്ങിങ് ആണ് കിട്ടിയേക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഡെക്കറേറ്റീവ് ഐറ്റംസ് ഒക്കെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ബട്ടർഫ്ലൈ പീസസ് എടുത്തിട്ടുണ്ട്, കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് അതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ഇതേപോലെ നമുക്ക് എല്ലാത്തിലും ഒട്ടിച്ചെടുക്കാം. അങ്ങനെ ഞാനിവിടെ എല്ലാം ബട്ടർഫ്ലൈ പീസസ് ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ കുറച്ച് റിബൺ റോസസ് വെച്ചിട്ടുണ്ട്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. എൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, കാണാത്തവർ പോയി കാണുക. പിന്നെ അകത്തൊരു റിങ് വെച്ചിട്ടുണ്ട്. ആ റിങ്ങിലേക്കാണ് ഈ 3 വൂളിൻ്റെ പീസസും കൂടെ ഞാൻ അറ്റാച്ച് ചെയ്ത് വെച്ചേക്കുന്നത്. എന്നിട്ട് കെട്ടി വെച്ചേക്കാണ്. പിന്നെ അതിൻ്റെ മേലെ ഈ റിബൺ റോസസും വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഫോട്ടോസ് അറ്റാച്ച് ചെയ്യാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്യണമെങ്കിൽ അവരുടെ ഫോട്ടോസോ അങ്ങനെയൊക്കെ വെച്ച് നമുക്ക് ഇത് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പം ഞാനിവിടെ കുറച്ച് പീസസ് എടുത്തിട്ടുണ്ട്. സ്ക്വയറും റെക്ടാങ്കിൾ പീസസൊക്കെ എടുത്തിട്ടുണ്ട്. അതിൽ ഫോട്ടോസ് അറ്റാച്ച് ചെയ്ത് വയ്ക്കാം നമുക്ക്. അപ്പോൾ ഞാൻ ഫൈനൽ പ്രോഡക്റ്റ് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ചെയ്തേക്കുന്നത്. ഇതിൽ ഇടയിലും ഞാൻ കുറച്ച് റോസസ് വെച്ചിട്ടുണ്ട്. പിന്നെ ഫോട്ടോസ് എല്ലാം അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും അഭിപ്രായങ്ങളും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാനും മറക്കണ്ട. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.